ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും നമ്മൾ ഫാൻസും. എനിക്ക് ഫാൻസിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ആരാധകരോട് പറയാനുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ടൈറ്റിലായിട്ട് നിരാശപ്പെടരുത് എന്നാണ് വെച്ചത്. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നിരാശപ്പെട്ടു പോകും. കാരണം അമ്മാതിരി ദുരന്തം കളിയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം നമുക്കറിയാം, ഇപ്പം മാനേജ്മെൻറ്റിനൊക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ഇപ്പം നമ്മൾ ആരാധകർക്കൊരു നല്ല കാലം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഇന്ന് നമ്മളോട് ആരെങ്കിലും ഇതൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്ത് തേങ്ങയാണ് ഇവിടെ പറയുന്നത്, നമ്മളെന്ന് കുളം പിടിക്കാനാണ് ഈ മാനേജ്മെൻറ്റ് പോകേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ കപ്പടിക്കുമോ, മോഹൻ ബഗാനില്ലേ, ഗോവയില്ലേ, ഞാൻ ഈ സീസണിലെ കാര്യമല്ല പറഞ്ഞാൽ അത് വേറെ കാര്യം. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ദിവസം കപ്പടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ കപ്പടിച്ചിരിക്കുമെന്നാണ് എൻ്റെ ഉത്തരം. ഇതെൻ്റെ മനസ്സ് പറഞ്ഞല്ല, നമുക്കിപ്പോൾ ഫുട്ബോൾ വീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാവും കപ്പടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം കപ്പ് എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന ഒരു കാര്യത്തിന് കോർ ടീം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെ കോർ ടീം നിർത്തിയില്ലെങ്കിലും ഒരു ആക്സിഡൻറ്റ് വിൻ എന്തായാലും ഏതെങ്കിലും ഒരു ടീം എങ്ങനെ നമ്മളിപ്പോൾ ഇത്ര ജയിക്കേണ്ടെന്ന് വിചാരിച്ചാൽ കൂടി അത് ജയിച്ചിരിക്കുമെന്നാണ് ഞാൻ പറയുക. കാരണം ഈ ടീമിനൊരു നല്ല കാലം വരും, ഉറപ്പാണ്. അത് എന്നെങ്കിലും ഞാൻ പറയണം, അടുത്ത 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമുക്കൊരു നല്ല സീസൺ വരും. നല്ലൊരു ഏത് ട്രോഫി ആയാലും ഏതെങ്കിലും ഒരു ട്രോഫി നമ്മൾ അടിച്ചിരിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം വെച്ച് നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പൊട്ടത്തരങ്ങളെ വിലയിരുത്താൻ പറ്റില്ല. നമ്മളൊരു കപ്പടിച്ചെന്ന് വെച്ച് അവരെ നന്നാക്കിയൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, ആരാധകരെ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഈ ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, ഈ ടീമിനെ പിന്തുണയാൻ നിങ്ങളുണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ സകല തെണ്ടിത്തരത്തിനും കൂടെ ഉണ്ടാവണം എന്നല്ല. എന്നാൽ നിങ്ങൾ ഈ ടീമിൻ്റെ ഒപ്പം വേണം, അതാദ്യം വേണം. നമുക്കായിട്ട് ഒരു ദിനം വരും. കാരണം അതിന് എക്സാമ്പിളാണ് RCB. അവർ 18 വർഷത്തിന് ശേഷം കപ്പടിച്ചു. ചെൽസി ആവട്ടെ, അവരും കപ്പടിച്ചിട്ടുണ്ട് യൂറോപ്പ ലീഗൊക്കെ. പിന്നെ PSG, ഹാരി കെയ്ൻ കപ്പടിച്ചതും നമുക്കെല്ലാം എക്സാമ്പിളാണെന്നുള്ളതാണ്. ടോട്ടൻഹാം കപ്പടിച്ചത് കാലങ്ങൾക്ക് ശേഷം. അതുപോലെ നമ്മൾക്കും അപ്പം ഞാൻ ഒരുപാട് കളിയാക്കലുകൾ അവർ കേട്ടിട്ടുണ്ട് അല്ലേ. RCB ഒക്കെ കേട്ടിട്ടുണ്ട്. 18 വർഷത്തിൻ്റെ ഒരു ചരിത്രം പറയാൻ അവർക്കുണ്ട് എന്നുള്ളതാണ്. 18 വർഷത്തിനൊടുവിൽ ആണ് അവർ സകല കളിയാക്കലുകൾക്ക് മറുപടി ആയിക്കൊണ്ട് ഒരു കപ്പ് അവരടിച്ചത്. അതിനായിട്ട് അവർ ചെയ്തത്, ഇപ്പം അവർക്കും അതുപോലത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർ ഒരൊറ്റ സീസൺ കൊണ്ട് തന്നെ അത് പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതുകൊണ്ട് അവർക്ക് ആ കപ്പ് കിട്ടി. അതുപോലത്തെ ഒരു ടാക്ടിക്സ് നമുക്ക് ഇതിലും അപ്ലൈ ചെയ്യാം. നല്ല ക്വാളിറ്റി ഫോറിനേഴ്സൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചാൻസൊക്കെ ഉണ്ട് ട്രോഫി അടിക്കാൻ. ഞാൻ പറയുന്ന അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെൽഫിൽ ഒരു ട്രോഫി എത്തിയിരിക്കും. ഇതെൻ്റെ വാക്കാണ്. നമ്മൾക്കായിട്ട് ഇത്രയും നിരാശപ്പെടുന്ന ഈ ഫാൻസിനായിട്ട് നമ്മൾക്കായിട്ടൊരു ദിനം കാത്തിരിക്കുന്നുണ്ട്. നമ്മളുടെ ആ മൊമെൻ്റ് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആരും ഈ ടീം വിട്ട് പോകരുത്. നിങ്ങൾ ടീമിനെ പിന്തുണയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നും പറഞ്ഞ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ബട്ട് നമുക്ക് നമ്മുടെ ടീമിനെ എപ്പോഴും പിന്തുണയ്ക്കും. ഓൾവേസ് ബ്ലാസ്റ്റേഴ്സ്.